ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി ശനിയാഴ്ച ദിവസം 1200 ആണ്ട് ചിങ്ങമാസം 8-ാം തീയതി, ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 2-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി. ഉദയാൽപരം തിഥി പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി ശനിയാഴ്ച രാവിലെ 7:51 വരെ ഉണ്ടായിരിക്കും. പിന്നീട് ഷഷ്ഠി തിഥിയാണ് കടന്നു വരിക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച രാത്രി 7:56 അവസാനിക്കുന്ന സമയം ശനിയാഴ്ച സന്ധ്യാസമയം 6:08 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. നാളത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ജ്യോതിഷം പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. നാളത്തെ ദിവസം രേവതി, അശ്വതി, ആയില്യം, മകം, അവിട്ടം, മൂലം, പൂരാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് ജ്യോതിഷം എന്താണ് പറയുന്നത്? നാളത്തെ ദിവസം തിരുവോണം, ചതയം, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രതികൂലമെന്ന് പറഞ്ഞാൽ ആപത്താനർത്ഥങ്ങൾ, അല്ലെങ്കിൽ ധനനഷ്ടമോ മാനഹാനിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങളല്ല, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പോലും വന്ന് അവരെ വേദനിപ്പിക്കാനിടയുണ്ട്. ഇപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാര രീതിയിൽ മാറ്റം വന്നു കഴിയുമ്പോൾ ഒരുപക്ഷെ സുഹൃത്ത് എത്ര ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്താണെങ്കിൽ പോലും ഒരുപക്ഷെ കളിയാക്കി സംസാരിക്കുകയോ പരിഹസിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതുമൂലം നമുക്ക് മാനസികമായ വേദനയും വിഷമമുണ്ടാകും. നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കാതെ തന്നെ നമ്മൾ ഭവനത്തിൽ വന്ന് മൂടവിട്ടായിട്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരാൻ ഇടയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു അറിവ് പറഞ്ഞു തരുമ്പോൾ പ്രതികൂലമായ ഒരു അനുഭവം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ നമുക്ക് അവിടുന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടാൻ കഴിയും. അതാണ് ജ്യോതിഷം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതികൂലമായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി നമ്മൾക്ക് ചിന്തിക്കേണ്ട അടുത്ത വിഷയം, നാളെ ശനിയാഴ്ച ദിവസമാണ്, ശുഭദിനമല്ല, പാപഗ്രഹത്തിൻ്റെ ദിവസമാണ്. ശനിയാഴ്ച ദിവസം ഒരുപാട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണെങ്കിൽ ഒരു നല്ല സമയം അറിയുമായിരുന്നെങ്കിൽ ആ സമയം ആ സമയത്ത് നോക്കി ചെയ്യാമായിരുന്നു എന്നുള്ള വിചാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. നാളെ രാവിലെ 7:48 മുതൽ 9:18 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ചയ്ക്ക് 11:36 മുതൽ 12:24 വരെയും ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 5:18 വരെയും ശുഭസമയമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 24 എന്ന ആ സംഖ്യ അല്ലെങ്കിൽ ആ തീയതി ഒറ്റസംഖ്യ ആക്കുമ്പോൾ 6 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ 6 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. പരിഹാരം പറയുന്നു: കടും നീല, പച്ച, ചുവപ്പ്, കടും നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഈ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉത്തമമായ ഫലങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഇനി അക്ഷരങ്ങളില്ലെങ്കിൽ സാമാന്യ ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. അത് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നല്ല ഒരു അറിവാണെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ എന്നും ഇത് ചെയ്യുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ അറിവുണ്ടാകണം, അറിവ് വേണം. അറിവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അറിവില്ലാത്തതുകൊണ്ട് പലരും വലിയ പരാജയങ്ങളിലാണ് അകപ്പെടുന്നത്. അപ്പോൾ പരാജയങ്ങളിൽ പോയി ചാടാതെ, അകപ്പെടാതെ നമ്മൾക്ക് അറിവ് നമ്മളെ സഹായിക്കും എപ്പോഴും. ചിലപ്പോൾ നമ്മൾ അറിവ് മറന്നുപോകും. അങ്ങനെ നമുക്ക് നല്ലൊരു അറിവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും മറന്നുപോകും. മനസ്സ് നമ്മളെ ചതിക്കും. ഒരു ജാതകൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിയെ ചതിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സാണ്. അത് മനസ്സ് ചതിക്കുന്നത് സമയദോഷം കൊണ്ടാണ്. അപ്പോൾ ഏതൊരു കാര്യവും എപ്പോഴും നമ്മൾ അന്വേഷിക്കണം, കണ്ടെത്തണം എന്ന് പറയുന്നത്
നമ്മുടെ മനസ്സിൽ അറിവുണ്ട് എങ്കിൽ പോലും ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് അന്വേഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചുള്ള എല്ലാ അനുഭവങ്ങളും ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെ നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ അറിവ് അന്വേഷിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്. അങ്ങനെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ അത് തെളിഞ്ഞില്ലെങ്കിൽ മറ്റൊരാളോട് ചോദിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എപ്പോഴും നല്ലതാണ്, അറിവ് എപ്പോഴും നമുക്ക് നല്ലതാണ്, നമ്മളെ നന്മയിലേക്ക് നയിക്കത്തുള്ളൂ. അറിവ് കേടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ അകപ്പെടുന്നതും എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജ്യോതിഷ പരമ്പര മുടങ്ങാതെ കാണുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. അതിൽ കൂടി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജ്യോതിഷപരമായ വിഷയങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് പരിഹാരമൊക്കെ നിർദ്ദേശിച്ചു തരുന്നതാണ്. മനുഷ്യജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ജ്യോതിഷത്തിൽ കൂടി പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ നല്ല കാലം ഏതാണ്, മോശ സമയം ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ജ്യോതിഷം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അറിവ് പറഞ്ഞു തന്നിട്ടും ഇതിനെ അവഗണിച്ച് ഓരോരുത്തർ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം പരാജയപ്പെട്ട് പിന്നെ ഒരു വീട്ടിൻ്റെ ഒരു മുറിക്കകത്ത് ഒരു കട്ടിലയിൽ ഒറ്റയ്ക്ക് ചമഞ്ഞു കൂടിയിരുന്ന് മുഴുവൻ ചിന്തിക്കുക, ചെയ്തു പോയ കാര്യങ്ങളെല്ലാം ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ഏതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം പറഞ്ഞു തരുവാനുള്ള ഒരു ശാസ്ത്രം ജ്യോതിഷം മാത്രമാണ്. ഇതൊരു ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, സ്കാൻ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊന്നും ഇത് ജ്യോതിഷമല്ലാതെ വേറൊരു ശാസ്ത്രം ഇതിനില്ല. ഈ ജ്യോതിഷം സത്യമാണ്, അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷപരമായ അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയം വാട്സപ്പ് ചെയ്യുക. ഞാൻ അതിൽ കൂടി നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. ഗ്രഹനില തയ്യാറാക്കി കൊടുക്കുന്നു, ജാതകം കൊടുക്കുന്നു, നല്ല ശുഭസമയം എഴുതി കൊടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട്. എൻ്റെ ഓഫീസ് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലുണ്ട്. ഒരുപാട് പേര് ഈ എൻ്റെ ഓഫീസിലേക്ക് ദൂര സ്ഥലത്തു നിന്നുള്ളവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് അവർ വളരെ സംതൃപ്തിയോടു കൂടി അവർ കടന്നു പോകുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ ജീവിത വിജയം ഉണ്ടാകുവാൻ വേണ്ടി ഞാൻ അവരോടൊപ്പം പ്രവർത്തിക്കാം, അല്ല അവരുടെ കൂടെ നിൽക്കാം. പ്രാർത്ഥന കൊണ്ടും ജ്യോതിഷപരമായുള്ള അറിവ് പറഞ്ഞു കൊടുത്തുമൊക്കെ അവരെ സഹായിക്കാം എന്നുള്ളൊരു വാക്ക് പറഞ്ഞാണ് എല്ലാവരെയും വിടുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ നന്മയെ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ സർവേശ്വര പൂജ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അവരുടെ നക്ഷത്രപ്രകാരം സർവേശ്വര പൂജ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗദുരിതങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൽ അവിടെയൊക്കെ ഒരു 100% ഫലം ഉണ്ടാകണമെങ്കിൽ ഞാനും അവരും തമ്മിൽ, ഇപ്പം ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരും ഞാനും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടായിരിക്കണം. അവിടെയും പോയി ചോദിച്ചു ഇവിടെയും പോയി ചോദിച്ച് അവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നതും കേട്ടൊക്കെ പോയാൽ എൻ്റെ പ്രാർത്ഥനയിൽ കൂടി അവർക്കൊരു നേട്ടമുണ്ടാകത്തില്ല. ഞാനും അവരും മാത്രമായിട്ട് മഹാദേവനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. പലരുടെ അഭിപ്രായപ്രകാരം പോയിട്ട് നടന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം എന്നുള്ളത് നാളെക്കുറിച്ചുള്ള അറിവാണ് നമ്മളെ നന്മയിലേക്കും വിജയത്തിലേക്കും നടത്തുന്നത്. അപ്പോൾ അറിവ് നമുക്ക് കേട്ടാൽ പോരാ, അറിവ് മറന്നു പോകാതിരിക്കുകയും ചെയ്യണം. ഒരു കുട്ടി ഒരു മത്സര പരീക്ഷയ്ക്ക് എത്ര കഠിനമായിട്ട് പരിശ്രമിച്ച് പഠിച്ച് എല്ലാ കാര്യങ്ങളും ബൈഹാർട്ടായിട്ട് പോയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറന്നു പോയാലോ പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടാൻ കഴിയില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ കേൾക്കുന്ന അറിവുകളൊക്കെ ഓർത്തിരിക്കുക. നാളത്തെ ദിവസത്തെ അറിവുകളെക്കുറിച്ചാണ്, നാളത്തെ ദിവസം നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് സവിസ്തരം പറയുന്നത്. അത് പ്രിയപ്പെട്ടവർ കേൾക്കുക. നാളത്തെ ദിവസം ജീവിതാനുഭവങ്ങൾ നക്ഷത്രഫലമായി പറഞ്ഞു തരുന്നു. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ചുള്ളതാണ് പറയുന്നത്. നാളത്തെ ദിവസം ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്, ശനിയാഴ്ച ദിവസമാണ്. ചിങ്ങം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു, അവരുടെ 5ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട്. ശനി അവർക്ക് 11ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട 2 ഗ്രഹങ്ങൾ, അതായത് കുജനും വ്യാഴവും നാളത്തെ ദിവസമുണ്ട്.
കുജൻ ഉടൻ തന്നെ അവിടുന്ന് 26-ാം തീയതി തലസ്ഥാനത്ത് നിന്ന് മാറുന്നതാണ്. ഏതായാലും നാളത്തെ ദിവസം അവർക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ, അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 2-ാം ഭാവത്തിൽ, ചന്ദ്രൻ്റെ തൊട്ടു മുമ്പിൽ 2 പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട 2 ഗ്രഹങ്ങൾ നിന്നാൽ രാജയോഗ തുല്യമായ അനുഭവമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്രകാരം തീർച്ചയായിട്ടും നാളത്തെ ദിവസം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. അവരുടെ ജീവിത അവസ്ഥകൾ, ഒരുപാട് അവസ്ഥകളിൽ കൂടിയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത്. അവരുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, തൊഴിൽപരമായിട്ടുള്ള ബന്ധം, ദാമ്പത്യ ജീവിതം, ധനം, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളിലും അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് നാളത്തെ ദിവസം ധനപരമായ നേട്ടമാണ് അവർക്ക് കൂടുതലായിട്ട് വന്നു ചേരുന്നത്. ഭാഗ്യകരമായ അനുഭവങ്ങളും അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 12-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അവരുടെ 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു, 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ നാളത്തെ ദിവസം 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഈ തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ കൊടുക്കും. എന്നാൽ തൊഴിൽ മേഖലയിൽ സ്ഥിരത കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. സ്ഥിരമായിട്ടുള്ള ഐശ്വര്യം ഇവർക്ക് കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് അലസത, കാര്യപ്രാപ്തിക്കുറവ്, മാതൃക്ലേശം, അങ്ങനെയുള്ള പല തിക്താനുഭവങ്ങളും കൊടുക്കുന്ന ദിവസമാണ്. ശാരീരികവും മാനസികവുമായുള്ള പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങളൊക്കെ വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവത്തെ കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായുള്ള മേഖല ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അത്ര മെച്ചമായ ഒരു അനുഭവം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. ഏറെക്കുറെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 9-ൽ ശനി നിൽക്കുന്നു, 11-ൽ ചന്ദ്രൻ നിൽക്കുന്നു, 3-ൽ സൂര്യൻ നിൽക്കുന്നു. എല്ലാം കൊണ്ടും നല്ല നേട്ടമുള്ള ഒരു ദിവസമാണെന്ന് ഒറ്റവാക്കിൽ ആദ്യം പറയട്ടെ. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് രാജയോഗം ചെയ്താണ് നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നു. ചന്ദ്രൻ്റെ മുമ്പിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട 2 ഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട് 12-ാം ഭാവം കൊണ്ട് ജീവിതത്തിൽ നാളത്തെ ദിവസം നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം തൊഴിൽപരമായുള്ള നേട്ടം, ദാമ്പത്യ ജീവിത സുഖം, അതുപോലെ തന്നെ നല്ല ഭാഗ്യകരമായ അനുഭവങ്ങൾ, ധനത്തിൻ്റെ സ്ഥിതിയും കുടുംബത്തിൻ്റെ സ്ഥിതിയും ഒക്കെ മെച്ചമായ സാഹചര്യത്തിൽ കൂടി പോകുന്നൊരു ദിവസം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളിലും അവസ്ഥകളിലും ഒക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് പിതാവ് മുഖേനയുള്ള നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്കിലും ചെറിയ രീതിയിലുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാനും സാധ്യത ഉണ്ടെന്നുള്ള കാര്യം കൂടി മുന്നറിയിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നാളത്തെ ദിവസം 90% നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ്. മാതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ, തൊഴിൽപരമായുള്ള നേട്ടങ്ങൾ, ദാമ്പത്യ ജീവിത വിജയം, ധനപരമായ നേട്ടം, കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചം, അങ്ങനെ എല്ലാം കൊണ്ടും 90% നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതങ്കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശനി അവരുടെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു, ചന്ദ്രൻ 10-ൽ നിൽക്കുന്നു. അപ്പോൾ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവരുടെ കേന്ദ്രഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ബലം കൊടുക്കുന്നൊരു ദിവസമാണ്. അവരെ ബലവാന്മാരാക്കുന്നൊരു ദിവസമാണ്. ചന്ദ്രൻ സ്ട്രോങ് ആയിട്ട് അവരുടെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ 10-ൽ നിൽക്കുന്ന ചന്ദ്രൻ രാജയോഗം ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ വളരെ അനുകൂലമായ തൊഴിൽ സാഹചര്യം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്ക് അനുഭവത്തിൽ വന്നു ചേരും. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നാളത്തെ ദിവസം കടന്നു പോകും. ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാനസികവും ശാരീരികവുമായ സ്ഥിതി മെച്ചമായതുകൊണ്ട് ഭാര്യയും ഭർത്താവും ജീവിത പങ്കാളികൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിതാവ് മുഖേന അവർക്ക് ധനം വന്നു ചേരുവാൻ, അല്ലെങ്കിൽ അവരുടെ തൊഴിൽ സ്ഥാപനത്തിലെ മേലധികാരികൾ മുഖേനയോ ഒക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെങ്കിലും അത് അഭിപ്രായ വ്യത്യാസത്തിനോ ശത്രുതയ്ക്കോ പിണക്കത്തിനോ ഒക്കെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാം. അങ്ങനെ ഒരു അവസരവും അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതത്ര നല്ലതല്ല. പിതാവിന് ശത്രുതകൾ വന്നു ചേരുന്നൊരു സാഹചര്യം കൂടെ നിലവിലുള്ളത് കൊണ്ട്
പിതാവ് ഒറ്റപ്പെട്ടിരിക്കാനോ ചിന്തിച്ചിരിക്കാനോ ഭാരപ്പെടുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ശത്രുത മൂലം പിതാവിന് അനുഭവത്തിൽ നിൽക്കുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ. പിതാവെന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഗൃഹനാഥൻ വരെ ആ ഒരു ഗൃഹനാഥനെ വരെ അങ്ങനെ കാണാം, ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥനെ വരെ ആ ഒരു കാറ്റഗറിയിൽ കാണാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, 9-ലാകട്ടെ ചന്ദ്രൻ നിൽക്കുന്നു, അവരുടെ 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 7 നിൽക്കുന്ന ശനി ഇവർക്ക് ദാമ്പത്യ ജീവിത വിജയം കൊടുക്കത്തില്ല. കാരണം ചിങ്ങക്കൂറിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ശനി പരസ്പരം ദോഷം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ശുക്രൻ നിൽക്കുന്നതിൻ്റെ 7-ാം ഭാവത്തിൽ ശനി നിന്നാൽ പരസ്പര ദൃഷ്ടി ഉണ്ടാകും. ആ ദൃഷ്ടി നല്ലതല്ല. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അത് പ്രത്യേകിച്ച് പ്രായമായവരിലാണ്. ശനി എന്ന് പറഞ്ഞാൽ പ്രായമായവരെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ഗ്രഹമാണ് ശനി. അപ്പോൾ അതായത് ഒരു 40 വയസ്സിൽ താഴെയുള്ളവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല. 40 വയസ്സ് കഴിഞ്ഞവർക്കായിരിക്കും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ഭാര്യയ്ക്ക് ഭർത്താവിന് രോഗമോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം. ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രായമുള്ളവരെ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രഹമാണ്. ശനിയുടെ ദോഷം അകറ്റാൻ വേണ്ടി പ്രായമുള്ളവരെ ബഹുമാനിച്ചാൽ, ഇപ്പോൾ ഒരു 70 വയസ്സോ 80 വയസ്സൊക്കെ പ്രായമുള്ളവർക്ക് നല്ല ആഹാരവും അവരെ മനസ്സിന് സന്തോഷം കൊടുക്കുന്നതിൽ സംസാരിക്കുകയും അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശനി കൊണ്ടുള്ള ദോഷം മാറും. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ശനി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ശനിക്കുള്ള വലിയൊരു പരിഹാരം, ശനിദോഷത്തിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ പ്രായമായവരെ മാനിക്കുക, അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരുടെ അനുഗ്രഹം അവരുടെ കരം നമ്മുടെ തലയിൽ വെച്ച് അവരുടെ ഒരു ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചാൽ നല്ലതാണ്, വലിയ നേട്ടമാണ്, നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെ ദോഷം ഒരു പരിധി വരെ ഇല്ലാതാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു 40 വയസ്സ് കഴിഞ്ഞവർക്കാണ് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. ശനിയാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രായമായവരെ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് 40 വയസ്സിൽ കഴിഞ്ഞവർക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ രോഗമോ ദുഃഖമോ പ്രയാസമോ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ നാളത്തെ ദിവസം ചന്ദ്രൻ അവർക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ കൊടുക്കുന്നൊരു ദിവസമാണ്. അങ്ങനെയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമൊക്കെ അവർക്ക് കൊടുക്കും, അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ജന്മത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് അത്ര മെച്ചമായ സാഹചര്യം കൊടുക്കത്തില്ല. ശത്രു പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വരും. ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പരാജയമൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 6-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, അതുപോലെ തന്നെ സൂര്യൻ 12 നിൽക്കുന്നു. അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. അവർക്ക് രോഗം, ദുഃഖം, അല്ലെങ്കിൽ രോഗം, ശത്രുത, കടബാധ്യത എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ നാളത്തെ ദിവസം അവർക്ക് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകത്തില്ല. അവിടെ ശനി തടസ്സം സൃഷ്ടിച്ച് നിൽക്കും. അതിനെല്ലാം വലിയ രൂക്ഷമായി ഒന്നും ബാധിക്കാതെ ശനി അവിടെ തടഞ്ഞു നിർത്തുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റൊരു കാര്യം, ആ ഒരു ഭാഗം അങ്ങനെ നിന്നാൽ പോലും അവർക്ക് നാളത്തെ ദിവസം മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. കാരണം അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മനോവ്യസനത്തെ കൊടുക്കും. ശാരീരികമായും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, ചിലർക്ക് രോഗദുഃഖ ദുരിതങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ വന്നു ചേരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധിയിലാണ്. 12 നിൽക്കുന്ന സൂര്യൻ ബുദ്ധിപരമായുള്ള പരാജയം, തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളെ കൊടുക്കും. അതുപോലെ തന്നെ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളെ കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് നാളത്തെ ദിവസം ഈ നാളുകാർ, അതായത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആശ്വാസമായിട്ട് അവർക്ക് ലഭിക്കുന്നൊരു കാര്യം, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ഒരു ശമനം നാളത്തെ ദിവസം ഉണ്ടാകും. കടബാധകളാൽ ഭാരപ്പെടുന്നവർക്ക് ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ശത്രുത ഒന്നും വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും. ഈ ഒരു നേട്ടം ഒഴികെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇത് തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ തൊഴിൽപരമായുള്ള നേട്ടം, ദാമ്പത്യ ജീവിത സുഖം, അങ്ങനെയുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ചന്ദ്രൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്, ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ 2 പഞ്ചഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായുള്ള നേട്ടം ഈ തുലാക്കൂറുകാർക്ക് ലഭിക്കും. ചന്ദ്രൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് ഇവരുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനായ കുജനാണ്. അപ്പോൾ ധനപരമായ നേട്ടമൊക്കെ നാളത്തെ ദിവസം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ തുലാക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ
നല്ല അനുഭവങ്ങൾ അവർക്ക് നാളത്തെ ദിവസം വന്നു ചേരും. പക്ഷെങ്കിൽ ഇവർക്ക് മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മക്കളെ കൊണ്ട് ഇവർ ഭാരപ്പെടുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ നാളുകാർക്ക് അവർക്ക് 5-ൽ നിൽക്കുന്ന ശനി ഇവരുടെ ബുദ്ധിയെ ഇല്ലാതാക്കി കൊടുക്കുന്നൊരു സമയമാണ്. അങ്ങനെ പലരും മാനസികമായുള്ള അസ്വസ്ഥതകൾ കാണിച്ചൊക്കെ ഇപ്പോൾ ഒരു സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. ശരിക്കും ബുദ്ധി പരാജയപ്പെട്ട്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമാന്ദ്യം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയുടെ ലക്ഷണത്തോടു കൂടി ഒരുപാട് നാളുകാർ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ശനി മാറണം. ശനി ഇപ്പോൾ ഒരു 5-ാം ഭാവത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ അവർക്ക് അതിനൊരു മാറ്റം ഉണ്ടാവൂ. പലർക്കും അലസതയുണ്ട്, തൊഴിലിന് പോകാതെ വീട്ടിൽ തന്നെ കഴിയുന്നവരുണ്ട്, ഒരു മുറിക്കകത്ത് കഴിയുന്നവരുണ്ട്. അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും, തുലാക്കൂറിൽപ്പെട്ട ഒട്ടുമിക്ക ആൾക്കാരും വിശാഖംകാല് അങ്ങനെ വിദേശത്തുള്ളവർ അവിടെ പെട്ടുകിടക്കുന്നു. അങ്ങനെ ഒരുപാട് നാളുകാർ ഈ ശനി 5-ലെ സ്ഥിതി മൂലം പ്രയാസപ്പെട്ട് കഴിയുന്നുണ്ട്. അത് ശനിയുടെ രാശിമാറ്റം 2025 മാർച്ചിലാണ്. ജനുവരി മുതൽ ഒരു അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ചിലരൊക്കെ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ഒക്ടോബർ നവംബർ മുതലേ ശനി അനുകൂലമായ ഫലം കൊടുക്കുമെന്ന് പറയുന്നു. അതൊക്കെ അവരുടെ അഭിപ്രായം. ഞാൻ കേട്ടതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആയാലും ശനി ഈ 5-ലെ സ്ഥിതി ഈ നാളുകാർക്ക് വലിയ കഷ്ടതയും പ്രയാസമൊക്കെയാണ് കൊടുക്കുന്നത്. ഒട്ടുമിക്ക ചെറുപ്പക്കാരും ജോലിക്കൊന്നും പോകാതെ വളരും മാനസിക രോഗിയെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി പണം മേടിച്ച് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നു. അത് ശനിയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് സൂര്യൻ 11-ലാണ് നിൽക്കുന്നത്. നാളത്തെ ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ഈ ശനിയും സൂര്യനും പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഈ നാളുകാർക്ക് 11 നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് കാര്യമായ ഗുണത്തെ കൊടുക്കത്തില്ല എന്നുള്ളതാണ്. കാരണം സൂര്യനും ശത്രുതയിലാണ് അവിടെ നിൽക്കുന്നത്. സൂര്യൻ ശുക്രനുമായിട്ട് ചേർന്ന് ശത്രുതയിൽ നിൽക്കുന്നത് കൊണ്ട് സൂര്യൻ ബലവാനല്ല. എന്നാൽ ശനി ബലവാനാണ്. ശനിയുടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശനി ബലവാനാണ്. അപ്പോൾ ശനി കൊടുക്കുന്ന തിക്താനുഭവങ്ങൾ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനായിരിക്കും അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നത്. ദാമ്പത്യ ജീവിത സുഖം, തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ കൊടുക്കും. ശനിയുടെ ദോഷം അനുഭവിക്കുന്നവർ അങ്ങനെ തന്നെ അങ്ങ് പോകും. കാരണം അവർക്ക് ശനി എത്രയും ദോഷം ചെയ്യുന്നത്, അവർ ജനിച്ച സമയത്തും ശനി അനിഷ്ടസ്ഥാന സ്ഥിതനായതുകൊണ്ടാണ് ഈ 5-ൽ നിൽക്കുന്ന ശനി ഇത്രയും ദോഷം ചെയ്യുന്നു എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗഭാവം, ശത്രുതയുടെ ഭാവം, ധനപരമായ വിഷയത്തിൽ കടബാധ്യതകൾ വന്നു ചേരുന്നൊരു ഭാവമാണ് 6-ാം ഭാവം. അപ്പോൾ രോഗം, കടം, ശത്രുത എന്നീ ഭാവങ്ങളിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇക്കാരണങ്ങളാൽ ഉണ്ടാകാം. അതുപോലെ തന്നെ ശനി അവിടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അവസ്ഥകളിന്മേൽ ശനിയാണ് നിൽക്കുന്നത്. അപ്പം വീട് വിറ്റ് അല്ലെങ്കിൽ കടം വിടണമെന്ന് വീടോ വസ്തുവോ വാഹനമോ ഒക്കെ വിറ്റ് കടം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫ്രീസായി അല്ലെങ്കിൽ അതൊന്നും വിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്നാൽ 10-ൽ നിൽക്കുന്ന ശനി ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കും. അപ്പോൾ ഇവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് തോന്നും. അപ്പോൾ തൊഴിൽപരമായുള്ള അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കും. 7-ൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും കൊടുത്തു വലിയ ദോഷമൊന്നും തട്ടാതെ കടന്നു പോകുന്നൊരു സമയമാണിപ്പോൾ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് പെറുക്കി ഒരു കാര്യം സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വിഷയം ഒഴികെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമായൊരു സാഹചര്യത്തെ കൊടുക്കുന്നൊരു സമയമാണ്. പക്ഷെങ്കിൽ ഓഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ കുജൻ, അല്ലെങ്കിൽ ഈ 6-ാം ഭാവത്തിൻ്റെ അധിപനായ കുജൻ അഷ്ടമത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇപ്പോൾ ഈ കുജൻ 7-ാം ഭാവത്തിൽ വ്യാഴവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ധനപരമായ കടബാധകളിൽ മേലൊന്നും വലിയ പ്രശ്നങ്ങൾ ഇവർ അനുഭവിക്കുന്നില്ല. ഒരാശ്വാസമൊക്കെ വന്നു ചേർന്ന് അതനുഭവിച്ചുകൊണ്ട് പോകുന്നൊരു സമയമാണ്. പക്ഷേങ്കിൽ ഓഗസ്റ്റ് 26-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ കുജൻ 6-ാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഇവർക്ക് തിക്താനുഭവങ്ങൾ ഒരു 45 ദിവസത്തേന് ഉണ്ടായേക്കാം എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഏതായാലും നാളത്തെ ദിവസം ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും അതുപോലെ തന്നെ തൊഴിൽപരമായ ഗുണമൊക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ കുടുംബ സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും തിക്താനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ചന്ദ്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും നാളത്തെ ദിവസം കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാര്യവിജയം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കാര്യവിജയത്തെ കൊടുക്കും. അതുപോലെ തന്നെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി
ഇവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങളെ കൊടുക്കും. കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കും. 9-ൽ നിൽക്കുന്ന സൂര്യൻ ഭാഗ്യാനുഭവങ്ങളെയൊക്കെ കൊടുക്കും. പക്ഷെങ്കിൽ പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കും അഭിപ്രായ വ്യത്യാസത്തിനും ഒരു സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കും. മാതൃഗുണമുണ്ട്, തൊഴിൽപരമായ നേട്ടമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പിതാവുമായിട്ടുള്ളൊരു ശത്രുത ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഫലങ്ങൾ നാളത്തെ ദിവസം ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അല്ലെങ്കിൽ പിതാവുമായുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ പിതാവുമായുള്ള ശത്രുത അത് മേലധികാരികളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഭരണാധികാരികളുടെ കോപത്തിനിടയാകും, പെറ്റിയടിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരാനിടയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് നാളത്തെ ദിവസം 4-ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള നേട്ടമാണ്. അതുപോലെ തന്നെ അതിനോട് കൂടി ചന്ദ്രൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നു. ചന്ദ്രൻ 2-ൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട 2 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അതിലൊന്ന് ഇവരുടെ 4-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. ഒന്ന് 12-ാം ഭാവത്തിൻ്റെ അധിപനും അല്ലെങ്കിൽ 3-ാം ഭാവത്തിൻ്റെ അധിപനുമാണ് വ്യാഴം. അപ്പോൾ എന്തായാലും ലാഭഭാവത്തിൻ്റെയും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള ഭാവത്തിൻ്റെ അധിപനായ കുജനും സുഹൃത്ത് സഹോദരങ്ങൾ ഭാവവും അല്ലെങ്കിൽ നഷ്ടഭാവത്തിൻ്റെ അധിപനായ വ്യാഴവും ഒക്കെ ചേർന്നാണ് ഈ ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നാളത്തെ ദിവസം മകരക്കൂറുകാരെ സംബന്ധിച്ച് എന്തായാലും ചന്ദ്രൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏതൊരു കാര്യത്തിലും ഏർപ്പെട്ടാൽ വിജയിക്കുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായ ദിവസമാണ്. നാളെ ഒരുപക്ഷേ ഈ നാളുകാരൊക്കെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നൊരു ദിവസമാണ്. അവർക്ക് വിജയം അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇവർക്ക് ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവരുടെ ഈ കൂറിൻ്റെ നാഥനാണല്ലോ, മകരക്കൂറിൻ്റെ നാഥനാണല്ലോ ശനി. ആ ശനി 2-ാം ഭാവത്തിലാണ്, അവരുടെ കുടുംബഭാവത്തിലാണ് ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. പക്ഷേങ്കിൽ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ തലതിരിഞ്ഞുള്ള തൊഴിൽ മേഖലയിൽ കൂടിയുള്ള പ്രതിസന്ധിക്ക് ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. കാരണം തൊഴിൽ ഭാവത്തിൻ്റെ അധിപനാണ്, തൊഴിലിൻ്റെ കാരഗ്രഹമാണ് സൂര്യൻ. ഈ സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അവരുടെ കോപത്തിനോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ നാളെ എനിക്ക് ഈ ശമ്പളം പോരാ, കൂട്ടി ചോദിക്കണമെന്നുള്ള ചിന്താഗതി ഉണ്ടാവും. അങ്ങനെ മുതലാളി അല്ലെങ്കിൽ തൊഴിൽ തരുന്ന ആളുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അനുകൂലമായ സാഹചര്യത്തിൽ തൊഴിൽ ഗുണമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. അവിടെ ശത്രുതയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ ശത്രുത ഉള്ളതുകൊണ്ട് ഈ നാളുകാർക്ക് ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് മേലധികാരിയുമായിട്ട് എനിക്ക് ശമ്പളം കൂടി തരണം, ഇല്ല ഞാൻ വരത്തുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ചോദിക്കണം എന്നുള്ള ഒരു പ്രേരണ ഇവർക്ക് മനസ്സിലുണ്ടാകും. ഈ സൂര്യനാണല്ലോ ബുദ്ധി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദുർബുദ്ധി, അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ ദുർബുദ്ധിയെ കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധി ഉണ്ടായി ഉള്ള തൊഴിലിനോട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം ചതയം, പൂരാട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 3-ൽ ചന്ദ്രൻ നിൽക്കുന്നു, 7-ൽ സൂര്യൻ നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ജന്മഭാവത്തിൽ ശനി നിൽക്കുന്നു. ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ 3, 6, 11 ഭാവങ്ങളിൽ നിന്നിരുന്നവർക്ക് നാളത്തെ ദിവസം ജന്മശനി ഒരു ദോഷവും ചെയ്യത്തില്ല. അവർക്ക് വാരിക്കോരി കൊടുക്കും. അല്ലാത്തവർക്ക് തിക്താനുഭവങ്ങളെ കൊടുക്കും. അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ അതാണ് വിഷയം. പ്രത്യേകിച്ച് അവരുടെ ശനിയുടെ ദൃഷ്ടി പോകുന്ന, ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി പോകുന്ന 7-ാം ഭാവത്തിലേക്കാണ്. 7-ാം ഭാവത്തിലേക്ക് പോയാൽ ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. ഭാര്യയുടെയോ, ഇപ്പോൾ ശനി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം ചതയം, പൂരാട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി പോയാൽ, ഇപ്പം ചതയം നാളിന് ഭർത്താവ് ചതയം നാളുകാരനാണെങ്കിൽ ഭാര്യയ്ക്ക് രോഗം വരാം. ഇപ്പോൾ 7-ലേക്കാണ് ശനിയുടെ ദൃഷ്ടി പോകുന്നത്. അപ്പോൾ ആ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാക്കാൻ വേണ്ടി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകാൻ വേണ്ടി ശനി എന്ത് ചെയ്യും, 7-ലേക്ക് ദൃഷ്ടി അയക്കുന്നത് മൂലം അത് ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ രോഗമോ ദുഃഖമോ പ്രയാസങ്ങളുണ്ടാവും. രോഗത്താലോ ദുഃഖത്താലോ ദുരിതത്താലോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവരിലുണ്ടാകുമ്പോൾ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ വർദ്ധിച്ച് രോഗമുണ്ടാകും. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ശരിയായ ബന്ധം അവിടെ പോകത്തില്ല. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകും. അതാണ് ശനി കൊടുക്കുന്നൊരു കാര്യം. എന്നാൽ ശനി ജനിച്ച സമയത്ത് ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർക്ക് ദാമ്പത്യ ജീവിത സുഖത്തെ കൊടുക്കും.
അതുപോലെ തന്നെ ശനി ദൃഷ്ടി ചെയ്യുന്നത് ശനിയുടെ ശത്രു ക്ഷേത്രത്തിലേക്കാണ്. അതായത് ശനിയുടെ ശത്രുവായിട്ടുള്ള സൂര്യൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ ഈ ശുക്രനും കൂടി ശനി ശുക്ര ദൃഷ്ടി പരസ്പരം ദോഷമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചില സ്ഥാനങ്ങളിൽ ഇപ്പോൾ ശുക്രൻ്റെ കേന്ദ്രത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ആ ദൃഷ്ടി ദോഷം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭാര്യയ്ക്ക് ഭർത്താവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താലോ മറ്റ് പ്രതിസന്ധികളാലോ ധനപരമായ വിഷയമാകാം, ഓരോരോ വിഷയങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിലുള്ള കീർത്തിയോ പ്രശസ്തിയോ അംഗീകാരമൊക്കെ കൊടുക്കും, മാതൃഗുണം കൊടുക്കും, ധനപരമായ നേട്ടം കൊടുക്കും, തൊഴിൽ ഗുണമൊക്കെ കൊടുക്കും. എങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് വന്നു ചേരും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവിടെയാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം പൂട്ടാതി 3/4 നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കുറാണ്. മീനക്കുറിൽപ്പെട്ട പൂട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, 12-ൽ ശനി നിൽക്കുന്നു, അവരുടെ 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതാണ്, 2-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ 12-ൽ ശനി നിൽക്കുന്നത് നല്ലതല്ല. കഴിഞ്ഞ ദിവസം അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിന്നപ്പോൾ 12-ാം ഭാവത്തിൽ ശനി നിന്നത് നല്ലതായിരുന്നു. പക്ഷേ ചന്ദ്രൻ ജന്മഭാവത്തിൽ നിന്ന് മാറി 2-ൽ നിൽക്കുന്ന ചന്ദ്രനെ 12-ൽ നിൽക്കുന്ന ശനി ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 2-ൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് കീർത്തി, അതുപോലെ തന്നെ മാതൃഗുണം, മാതാവിൻ്റെ സ്വത്തുവകകളൊക്കെ കിട്ടുക, അല്ലെങ്കിൽ മാതാവ് മുഖേന ധനനേട്ടം, കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, അങ്ങനെയുള്ള എല്ലാ നന്മകളെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ. പ്രത്യേകിച്ച് ചന്ദ്രൻ രാജയോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചന്ദ്രനുമേൽ ഈ ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഇല്ലാതാകുന്നു. ശനിയുടെ ശത്രുത മൂലം ഇതെല്ലാം ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ധനധാന്യ നേട്ടം, കുടുംബസുഖം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി കൊടുക്കുന്ന ഒരു സ്ഥിതിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. തൊഴിൽപരമായുള്ള നേട്ടം എല്ലാം കൊടുക്കും, പിതാവ് മുഖേനുള്ള നല്ല അനുഭവങ്ങൾ കൊടുക്കും. പക്ഷെങ്കിൽ ആ സൂര്യനെയും ശനി ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നാളത്തെ ദിവസം ശനി ഇവരുടെ ജീവിതത്തിൽ ജനിച്ച സമയത്ത് ഇഷ്ടഭാവത്തിലാണോ അനിഷ്ടഭാവത്തിലാണോ എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും ഇവർക്ക് ഫലം വരുന്നത്. കാരണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഫലം പറയേണ്ടത്. കാരണം ശനി ഇഷ്ടഭാവസ്ഥിതനാണെങ്കിൽ നാളത്തെ ദിവസം ഇവർക്ക് നേട്ടം തന്നെ വരും. അല്ലാത്ത പക്ഷം നാളത്തെ ദിവസം ഇവർക്ക് രോഗം വരാം, ആപത്ത് വരാം, അനർത്ഥങ്ങൾ വരാം, പ്രതികൂലമായ ഒരുപാട് അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. തലയ്ക്ക് പരുക്ക് പറ്റാം, ആപത്ത് പറ്റാം. അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ 2 ഗ്രഹങ്ങളെയാണ്, അതായത് ഈ മീനക്കുറുകാർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കേണ്ട 2 ഗ്രഹത്തെ ശനി ഒരുപോലെ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ശനി ജനിച്ച സമയത്ത് ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് നല്ല അനുഭവങ്ങൾ കിട്ടും, അല്ലാത്തവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തന്നത്. ഇനി കേരളത്തിൻ്റെ പൊതുവായ ചിത്രം നാളത്തെ ദിവസം അവിടെ ഇവിടെ എല്ലാം നാളത്തെ ദിവസം ആപത്തും അനർത്ഥങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. കാരണം ശനി ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു, സൂര്യനെ ദൃഷ്ടി ചെയ്യുന്നു. മൊത്തത്തിൽ ശത്രുതയുള്ളൊരു ദിവസമാണ്. അവിടെ ഇവിടെ എല്ലാം പ്രതികൂലമായ ആപത്തുകൾ, അപകടങ്ങളോ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.